അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കീ ഫോർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 10 നടന്ന അലിഫ് ടാലൻറ്റ് ടെസ്റ്റിൻ്റെ ഹൈസ്കൂൾ തലം പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇൻഷാ അല്ലാ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിലെ ഒന്നാമത്തെ ചോദ്യം, ഐന തഖഉ ഇസ്താദ് ലുസൈൽ, ലുസൈൽ സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ളൊരു ചോദ്യമാണത്. ഓപ്ഷൻ എ ഖത്തർ, ഓപ്ഷൻ ബി സുഡാൻ, ഓപ്ഷൻ സി ബഹ്റൈൻ, ഓപ്ഷൻ ഡി ഇറാഖ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഖത്തർ. അടുത്ത ചോദ്യം, ജലീൽ ഹസ് അൽ ഷാഇറുൻ മഷ്ഹൂറുൻ ഫി എന്നാണ്. ജലീൽ ഹസ് അൽ പ്രശസ്തനായ കവിയാണ്. ഏത് നാട്ടുകാരനാണ് അദ്ദേഹം എന്നാണ്. ഓപ്ഷൻ എ അൽ ഹിന്ദ്, ഓപ്ഷൻ ബി ബാഗ്ദാദ്, ഓപ്ഷൻ സി അമേരിക്ക, ഓപ്ഷൻ ഡി ലബനാൻ ആണ്. ഇതും 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഓപ്ഷൻ ബി ബാഗ്ദാദ് ആണ് ഉത്തരം. ലോത്തി അൽ അറബിയ എന്ന കവിത എഴുതിയിട്ടുള്ള കവിയാണ് ആര്? ജലീൽ ഹസ് അൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മാഹിയ ബിൻതു അദ്നാൻ, അദ്നാൻ്റെ മകൾ ആരാണ് അല്ലെങ്കിൽ ഏതാണ് എന്നാണ്. അപ്പോൾ ഏത് ഭാഷക്കാണ് നമ്മൾ ബിൻതു അദ്നാൻ എന്ന് പറയുന്നത് എന്നാണ്. ഓപ്ഷൻ എ ലോത്തുൽ ഇൻജിലീസിയ, ഓപ്ഷൻ ബി അൽ ലോത്തുൽ ഉർദുവിയ, ഓപ്ഷൻ സി അൽ ലോത്തുൽ അറബിയ, ഓപ്ഷൻ ഡി അൽ ലോത്തുൽ ഫാരിസിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അൽ ലോത്തുൽ അറബിയ. നാലാമത്തെ ചോദ്യം, ഇല്ലത്തുൻ ജംഉഹു ഇല്ലലുൻ, ഇല്ലത്തുൻ എന്ന് പറഞ്ഞ രോഗം എന്നർത്ഥം. അതിൻ്റെ ആണ്, അതിൻ്റെ ബഹുവചനമാണ് ഇല്ലലുൻ, രോഗങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ മൊക്കലത്തിൻ്റെ എന്താണ് എന്നാണ്. മൊക്കലത്ത് എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നാണ് അർത്ഥം. മൊക്കലത്തിൻ്റെ എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മൊക്കൽ, ഓപ്ഷൻ ബി ഖൽഅത്തുൻ, ഓപ്ഷൻ സി ഖിലാത്തുൻ, ഓപ്ഷൻ ഡി അംഖിലത്തുൻ എന്നാണ്. ഓപ്ഷൻ എ മൊക്കൽ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഇഖ്തർ അഷാന്ന് കൂട്ടത്തിൽപ്പെടാതെ തിരഞ്ഞെടുക്കാനാണ്. ഓപ്ഷൻ എ റുക്കൂബ് ദറാജ, ഓപ്ഷൻ ബി അൽ ഖഫസ് ബിൽ ഒസ, ഓപ്ഷൻ സി മാരത്തോൺ, ഓപ്ഷൻ ഡി ലാബത്ത് കമ്പ്യൂട്ടർ എന്നാണ്. ഓപ്ഷൻ എ റുക്കൂബ് ദറാജ എന്ന് പറഞ്ഞ സൈക്ലിംഗ് ആണ്. അൽ ഖഫസ് ബിൽ ഒസ എന്ന് പറഞ്ഞ ഇങ്ങനെ വടി കുത്തി ചാടുന്ന കളിക്കാണ് പറയുന്നത് അൽ ഖഫസ് ബിൽ ഒസ എന്ന്. ഓപ്ഷൻ സി മാരത്തോൺ എന്ന് പറഞ്ഞാൽ മാരത്തൺ ആണ്. ഓപ്ഷൻ ഡി ലാബത്ത് കമ്പ്യൂട്ടർ ഗെയിമാണ്. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് നമുക്ക് മനസ്സിലാക്കാം. ഓപ്ഷൻ ഡി ആണ് ലാബത്ത് കമ്പ്യൂട്ടർ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. മുസന്ന കലിമത്ത് അസ്വ എന്നാണ്. അസ്വ എന്ന വാക്കിൻ്റെ മുസന്ന ദ്വിവചനം എന്താണ് എന്നാണ്. അസ്വ എന്ന് പറഞ്ഞാൽ ഒരു വടി എന്ന, രണ്ട് വടിക്ക് എന്താ പറയുക എന്നാണ്. ഓപ്ഷൻ എ അസ്വാനി, ഓപ്ഷൻ ബി അസ്വാത്ത്, ഓപ്ഷൻ സി അസ്വൂന, ഓപ്ഷൻ ഡി ഐസത്തുൻ എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അസ്വാനി. അടുത്ത ചോദ്യം നോക്കാം. വഖഫ എന്നതിൻ്റെ അർത്ഥം കാമ. വഖഫ എന്ന് പറഞ്ഞാൽ നിന്നു, കാമ എന്ന് പറഞ്ഞാൽ അതേ അർത്ഥത്തിൽ വരുന്ന പദമാണ്. അങ്ങനെയെങ്കിൽ നെസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി എന്ന അർത്ഥം. നെസല എന്ന അർത്ഥത്തിൽ വരുന്ന മറ്റൊരു പദം ഏതാണ് എന്നാണ്. ഓപ്ഷൻസിലെ ഹസിന ദുഃഖിച്ചു, ഖറഅ വായിച്ചു, ഹറത്ത ഉഴുതുമറിച്ചു, ഹബത ഇറങ്ങി എന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അൽ മുദരിസാത്തു അധ്യാപികമാർ ഡാഷ് ഇലൽ ജാമിഅത്തി എന്നാണ്. യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നവരാണ് എന്നാണ് പറയേണ്ടത്. ഓപ്ഷൻ എ ദാഹിബൂന, ഓപ്ഷൻ ബി ദാഹിബാത്തുൻ, ഓപ്ഷൻ സി ദാഹിബാനി, ഓപ്ഷൻ ഡി ദാഹിബത്തുൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ദാഹിബാത്തുൻ. അൽ മുദരിസാത്തു ദാഹിബാത്തുൻ ഇലൽ ജാമിഅ എന്നാണ് പറയാം. 9ാമത്തെ ചോദ്യം, ബാദ ദിദ്ദുഹു കബില. ബാദയുടെ ദിദ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് കബില എന്നാണ്. ബാദ എന്ന് പറഞ്ഞ ശേഷം, കബില മുമ്പ്. അങ്ങനെയെങ്കിൽ ഹലറയുടെ ദിദ് എന്താണ് എന്നാണ്. ഹലറ എന്ന് പറഞ്ഞാൽ ഹാജർ ആവുക, പ്രസൻറ്റ് ആവുക എന്ന അർത്ഥം. നമ്മൾ സാധാരണ പ്രസൻറ്റ് ആവുന്നതിന് ഹാജർ എന്ന് പറയുമല്ലോ. അപ്പോൾ അതിൽ ആബ്സെൻ്റ് ആവുക എന്നുള്ളതിന് എന്താണ് പറയുക എന്നാണ്. ഓപ്ഷൻ എ ആബ, ഓപ്ഷൻ ബി സെമിഅ, ഓപ്ഷൻ സി ഫഹിമ, ഓപ്ഷൻ ഡി അജബ എന്നാണ്. അർത്ഥം നോക്കാം. ഓബ എന്ന് പറഞ്ഞാലാണ് ആബ്സെൻ്റ് ആവുക എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. ബി സെമിഅ കേട്ടു, ഫഹിമ മനസ്സിലാക്കി, അജബ അത്ഭുതപ്പെട്ടു എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഹലറയുടെ ലീദായിട്ട് വരുന്നത് ഓബ. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഉക്തുബ് അഷ്കിൽ ക്യാമിലി അലിഫ് എന്നാണ്. അലിഫ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്ന് എഴുതാനാണ്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അറബിക് ലേണിംഗ് ഇംപ്രൂവ്മെൻറ്റ് ഫോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വുലിദ അസീദ് കരുവള്ളി മൗലവി ഫി മൊക്കാത്ത. കരുവള്ളി മുഹമ്മദ് മൗലവി എവിടെയാണ് ജനിച്ചത് എന്നാണ്. ഓപ്ഷൻ എ മലപ്പുറം, ഓപ്ഷൻ ബി കാലിക്കോട്ട്, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി തൃശ്ശൂർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് മലപ്പുറം.
അടുത്ത ചോദ്യം നോക്കാം. ഇൻഖിലാബ് സിന്ദാബാദ് ഫി ഐ സനത്തിൻ ഉസ്തോമില അവലൻ. ഇൻഖിലാബ് സിന്ദാബാദ് എന്നുള്ളത് ആദ്യമായി കൊണ്ട് പ്രയോഗിച്ചത് ഏത് വർഷത്തിലാണ്, അല്ലെങ്കിൽ ആദ്യമായി ഉപയോഗിച്ചത് ഏത് വർഷത്തിലാണ് എന്നാണ്. ഓപ്ഷൻ 1918, 1919, 1921, 1938. കറക്റ്റ് ആൻസർ അൽഫമത്തിസുമിയ വൈഹിദ വംശിരീന മിലാദിയ അഥവാ 1921. ഓപ്ഷൻ സി ആണ്. 13ാമത്തെ ചോദ്യം. മാഹിയ അക്ബറു ആയ ഫിൽ ഖുർആൻ. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണ് എന്നാണ്. ഓപ്ഷൻസ് ആയത്തുൽ കുർസി, ആയത്തുൽ ഹിജാബ്, ആയത്തുദ്ദൈൻ, ആയത്തുൽ സ്വൈഫ് എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആയത്തുദ്ദൈൻ. സൂറത്തുൽ ബഖറയിലെ 282ാമത്തെ ആയത്താണിത്. അടുത്ത ചോദ്യം. മൻഹുവ മുഅല്ലിഫു അൽ ഖാമുസുൽ അറബി അൽ മുൻജിദ്. അൽ മുൻജിദ് എന്ന അറബിക് ഡിക്ഷണറിയുടെ രചയിതാവ് ആരാണ് എന്നാണ്. ഓപ്ഷൻ എ ലൂയിസ് മാലൂഫ്, ഓപ്ഷൻ ബി ലൂയിസ് മഅറൂഫ്, ഓപ്ഷൻ സി ലൂയിസ് ദിയാർ, ഓപ്ഷൻ ഡി ലൂയിസ് അത്താസിയ എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ലൂയിസ് മാലൂഫ്. 15ാമത്തെ ചോദ്യം നോക്കാം. മൻഹുവ വസീറുൽ മാലിയ ഫി കേരള ഹാലിയൻ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് എന്നാണ്. ഓപ്ഷൻ എ ബിന്ദു, ഓപ്ഷൻ ബി അബ്ദുറഹ്മാൻ, ഓപ്ഷൻ സി അനിൽ, ഓപ്ഷൻ ഡി ബാലഗോപാൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ശ്രീ ബാലഗോപാൽ. അടുത്ത ചോദ്യം. അസ്ഫലു അറാലി അൽ ആലം ഡേഷ് എന്നാണ്. ലോകത്തിലെ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും താഴ്ന്ന പ്രദേശം അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്നത് ഏതാണ് എന്നാണ്. ഓപ്ഷൻ എ ബഹ്റു ഇന്തോനേഷ്യ, ഓപ്ഷൻ ബി ബഹ്റുൽ അറബ്, ഓപ്ഷൻ സി ബഹ്റുൽ ബംഗാൾ, ഓപ്ഷൻ ഡി അൽ ബഹ്റുൽ മയ്യിത്ത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അൽ ബഹ്റുൽ മയ്യിത്ത് ആണ്, ഡെഡ് സി, ചാവുകടൽ. 17ാമത്തെ ചോദ്യം. ഷാത്തു ഫാത്തിമ, പാത്തുമ്മയുടെ ആട്, മിൻ കലമി ആരുടേതാണ്, ആരുടെ രചനയാണ് എന്നാണ്. ഓപ്ഷൻ എ തകഴി, ഓപ്ഷൻ ബി എം ടി, ഓപ്ഷൻ സി ബഷീർ, ഓപ്ഷൻ ഡി വിലാസിനി. നമുക്കെല്ലാവർക്കും അറിയാം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. അടുത്ത ചോദ്യം. ആസിമത്തു മൊക്കാത്തോത്തി വയനാട്. വയനാടിൻ്റെ തലസ്ഥാനം, അതിൻ്റെ ക്യാപിറ്റലായിട്ട് അറിയപ്പെടുന്നത് ഏതാണ് എന്നാണ്. ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി കൽപ്പറ്റ, ഓപ്ഷൻ സി താമരശ്ശേരി, ഓപ്ഷൻ ഡി സുൽത്താൻ ബത്തേരി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കൽപ്പറ്റ. 19ാമത്തെ ചോദ്യം. മൻഹുവ വസീറു തർബിയ വ താലീമിൽ ഹിന്ദ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണ് എന്നാണ്. ഇതിൽ ഓപ്ഷൻ സി ധർമ്മേന്ദ്ര പ്രധാനാണ്. കറക്റ്റ് ആൻസർ. അവസാനത്തെ ചോദ്യം. മൻഹുവൽ ഖായിദുൽ ഫരീഖിൽ ക്രിക്കറ്റ് അൽ ഹിന്ദി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ് എന്നാണ്. ഓപ്ഷൻ എ സഞ്ജു, ബി കോഹ്ലി, സി പാണ്ഡ്യ, ഡി രോഹിത് എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, രോഹിത് ശർമ്മ. 20 ചോദ്യങ്ങൾക്ക് നമ്മൾ ആൻസർ കണ്ടെത്തി കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇത്തരം വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.